സോ ഞാൻ എങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള റീലും കാര്യങ്ങളൊക്കെ CapCut യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ ആദ്യം നോക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് സോങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ മെയിൻലി ഡൗൺലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെയാണ്. അത് റീലായിട്ട് ഞാൻ സേവ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു റീലും കാര്യങ്ങളൊക്കെ നമുക്ക് CapCut ഓപ്പൺ ചെയ്യുക, ഓഡിയോ സെലക്ട് ചെയ്യുക, എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓഡിയോയും കാലൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് ആ ഒരു ക്ലിപ്പും കാലൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. രണ്ടാമത് നോക്കേണ്ട കാര്യമാണ് റേഷ്യോ. നമുക്ക് ഏതൊരു റേഷ്യോയിലാണ് നമുക്ക് റീലും കാലൊക്കെ വേണ്ടത്, റേഷ്യോ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ കാര്യമാണ് നമുക്ക് ക്ലിപ്സും കാലൊക്കെ ആഡ് ചെയ്യണം. അതിൽ നമുക്ക് ആദ്യം ആഡ് ചെയ്യേണ്ട ക്ലിപ്സും കാലൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ സ്ലോ മോഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാണ്ടിരിക്കാം. സ്ലോ മോഷൻ ആഡ് ചെയ്യുമ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് അതിൽ 2 ടൈപ്പ് സ്ലോ മോഷൻ വന്നിട്ടുണ്ട്. ഒന്ന് നോർമൽ ആയിട്ടുള്ള ഒരു സ്ലോ മോഷനും ഒന്ന് നമുക്ക് കെർവ് യൂസ് ചെയ്തിട്ടുള്ള സ്ലോ മോഷനും. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ കെർവ് യൂസ് ചെയ്തിട്ടുള്ള സ്ലോ മോഷനും കാര്യങ്ങളൊക്കെയാണ്. സ്ലോ മോഷൻ ചെയ്തിട്ട് ബെറ്റർ ക്വാളിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് ഇതുപോലെ എല്ലാ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നാലാമത്തെ ഒരു കാര്യമാണ് എഫക്ട്സ് ആഡ് ചെയ്യുക. എഫക്ട്സ് ആഡ് ചെയ്യുമ്പോൾ ഓവറായിട്ടുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാണ്ട് നോക്കാം. ലാസ്റ്റത്തെ ഒരു കാര്യമാണ് നമ്മൾ ചെയ്ത വീഡിയോസിനൊക്കെ കളർ ഗ്രേഡ് ചെയ്യണം. അങ്ങനെ കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എടുത്തിട്ട് കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. ബാക്കി എന്തെങ്കിലും വല്ല ഫോൺസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബേസിക് ആയിട്ടുള്ള റീലും കാര്യങ്ങളൊക്കെ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത്രയുള്ളൂ. ബൈ.